ഷാമിൽ പ്ലാഗ് രോഗം പിടിപെട്ട ഒരു കാലമുണ്ടായിരുന്നു. ഇമാം ദഹബി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ സിയർ അലാമുൻ നുബലായിൽ ആ വിഷയം അവതരിപ്പിക്കുന്നുണ്ട്. മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ജനങ്ങൾക്ക് ഖുതുബ നിർവഹിക്കുകയാണ്. കൊറോണക്ക് വന്ന പോലെ, കോവിഡ് വന്ന കാലം പോലെ ഷാമിലാകെ മാരകമായ പ്ലാഗ് രോഗം വന്നപ്പോ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു മിമ്പറിൽ ഖുതുബ ഓതിയിട്ട് പറഞ്ഞു, ഇന്ന ഹാദ ത്വാഊന റിജ്സുൻ, ഈ പ്ലാഗ് രോഗം ഒരു മാലിന്യമാണ്. ഫഫിറൂ മിൻഹു, ഓടിക്കോളൂ. ഫിൽ ഔദീതി വശിആബ്, ഓരോരുത്തരും മലമുകളിലേക്ക് ഓടിക്കോളൂ. കൂടിക്കലർന്ന് ജീവിക്കരുത്, ഒറ്റയിട്ട് പോയിക്കോളൂ. മഹാനായ ശുറഹ്ബീൽ ഇബ്നു ഹസന റളിയല്ലാഹു അൻഹു വന്ന സ്വഹാബിയുടെ ചെവിയിൽ ഇത് കേട്ടു. ശുറഹ്ബീൽ ഇബ്നു ഹസന റളിയല്ലാഹു അൻഹു ദേഷ്യപ്പെട്ടു. എന്നിട്ട് അവരുടെ വസ്ത്രവും വലിച്ചുകൊണ്ട് ഓടി വന്നു. ചെരുപ്പ് 2 കൈകളിൽ പിടിച്ചുകൊണ്ട് വന്നു. എന്നിട്ട് പറഞ്ഞു, ജനങ്ങളെ, ഞാനൊരു കാര്യം കൂടെ പറയട്ടെ. ലഖദ് സ്വഹിബ്തു റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിയായി കൂടെ ജീവിച്ച ആളാണ് ഞാൻ. ഫസ്മഊ, പുണ്യ നബി തങ്ങൾ പറഞ്ഞത് കേൾക്കണേ. അത്വാഊനു റഹ്മത്തു റബ്ബിക്കും, ഈ പ്ലാഗ് അല്ലാഹുവിന്റെ റഹ്മത്താണ്. വദഅവതു നബിയിക്കും, നിങ്ങളുടെ നബിയുടെ ഒരു ദുആയാണ്. യസ്തശ്ഹിദുല്ലാഹു ബിഹി അൻഫുസകും, അല്ലാഹു നിങ്ങളിൽ മരണം സംഭവിക്കുന്നവർക്ക് ഷഹാദത്തിന്റെ കൂലി കൊടുക്കും. വയുസക്കി അഅമാലകും, നിങ്ങളുടെ കർമ്മങ്ങളെ അല്ലാഹു സ്വീകരിക്കും. കൊറോണ നമുക്ക് മറക്കാൻ സമയമായോ? എത്ര മയ്യത്തുകൾ ഒരു നോക്ക് കാണാൻ കഴിയാതെ, ഒന്ന് കുളിപ്പിക്കാൻ കഴിയാതെ, ആശുപത്രികൾ വിട്ടുകൊടുക്കാതെ, നിയമപാലകരുടെ നിയമങ്ങൾക്ക് വിധേയമായി ഒരു ജനാസ പോലും നിസ്കരിക്കാൻ കഴിയാതെ മരിച്ചുപോയ നമ്മുടെ സഹോദര സഹോദരിമാർ, ഉപ്പ ഉമ്മമാർ, വല്ലിപ്പ വല്ലിമ്മമാർ, അവരെല്ലാം അല്ലാഹുവിന്റെ ഷഹീദുകളാണെങ്കിൽ, ഷഹീദുകളാണ്, തീർച്ചയായും അവർക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കാൻ അല്ലാഹുവിന്റെ മലക്കുകളുടെ ആയിരക്കണക്കിന് സഫുകൾ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇൻസുകൾ നിസ്കരിച്ചില്ലെങ്കിൽ എന്താ, അല്ലാഹുവിന്റെ മലക്കുകളുടെ പ്രാർത്ഥനയുണ്ടവർക്ക്. അല്ലാഹുവേ, ആ കൊറോണ കാലത്തൊക്കെ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ ഊട് വഴികളിലൂടെ വാഹനങ്ങൾ പോകാൻ കഴിയാത്ത വിധം തടഞ്ഞു വെച്ചപ്പോ, രോഗികൾക്ക് ആശുപത്രിയിലെത്താൻ കഴിയാതെ വന്നപ്പോ, നമ്മുടെ പ്രവർത്തകന്മാർ, നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ, നമ്മുടെ നാട്ടിലെ സന്നദ്ധ സേവകന്മാർ മുണ്ടും മടക്കിയിട്ട് നമ്മുടെ നാടുകളിലൂടെ അന്നം കിട്ടാത്തവർക്ക് അന്നവും ഭക്ഷണവും എത്തിച്ചു കൊടുക്കാൻ കാണിച്ച ധൈര്യം നമുക്ക് മറക്കാൻ കഴിയില്ല. മുഅ്മിനീങ്ങളെ, അല്ലാഹുവേ, ആ ചെറുപ്പക്കാർക്ക്, അവർ ജീവിച്ചിരിക്കുന്നവർക്ക് ദീർഘായുസ്സും ആഫിയത്തും സലാമത്തും കൊടുക്കണേ തമ്പുരാനെ. ആരുടെയൊക്കെ നാണയത്തുട്ടുകളാണോ ആ ഭക്ഷണങ്ങളായി മാറിയത്, മരുന്നുകളായി മാറിയത്, ആരൊക്കെയാണോ രോഗികൾ ആശുപത്രിയിൽ കൊണ്ടുപോയത്, കൊറോണ പിടിച്ചവരടക്കം, ഇതൊക്കെ നമുക്ക് മറക്കാൻ നേരമായോ? ഇന്നലെ കഴിഞ്ഞ പോലെയല്ലേ നമ്മളിതൊക്കെ കാണുന്നത്? അല്ലാഹുവേ, ഏതൊരു പ്ലാഗ് രോഗവും പകർച്ചവ്യാധിയും അത് പിടിപെടുന്നവർക്ക് അത് ഷഹാദത്താണ്. അവരുടെ കർമ്മങ്ങൾക്ക് അല്ലാഹു പരിശുദ്ധി നൽകുമെന്ന് ശുറഹ്ബീൽ ഇബ്നു ഹസന റളിയല്ലാഹു തആല അൻഹു ദുആ ചെയ്യുന്നു, മഹാൻ പ്രഖ്യാപിക്കുന്നു. അത് കേൾക്കുന്നു മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു. ആരാ മുആദ് ഇബ്നു ജബൽ? മുആദ് ഇബ്നു ജബൽ എന്നവരെ സംബന്ധിച്ച് ഓർക്കണം, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു സദസ്സിൽ വെച്ചുകൊണ്ട് ചോദിച്ചു, ജനങ്ങളെ, തമന്നൗ, നിങ്ങളൊക്കെ ഒരു ആഗ്രഹം പറയിൻ. അപ്പൊ എല്ലാവരും പലതും പറയാൻ തുടങ്ങി. ഒരാള് പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, ലൗ അന്നലി മിൽഉ ഹാദിഹി ദാരി ദഹബൻ ഫഉൻഫിഖഹു ഫീ സബീലില്ലാഹ്. ആഗ്രഹിച്ചോളൂ എന്നല്ലേ പറഞ്ഞത്? ഞാൻ ആഗ്രഹിച്ചു പോകുന്നു. ഈ വീട് മുഴുവൻ സ്വർണ്ണ നാണയങ്ങളാണെങ്കിൽ എല്ലാം പടച്ചവൻ ഇഷ്ടപ്പെടുന്ന വഴിയിൽ പാവപ്പെട്ടവർക്ക് ഞാൻ ദാനം ചെയ്തേനെ. ഉമർ തങ്ങൾ പറഞ്ഞു, തമന്നൗ, ആഗ്രഹിക്കിൻ. ഇപ്പൊ വീണ്ടും പറഞ്ഞപ്പോ ഒരാൾ പറഞ്ഞു, ലൗ അന്നലി മിൽഉ ഹാദിഹി ദാരി ലുഅതൻ വസബർജദൻ ഫഉൻഫിഖഹാ ഫീ സബീലില്ലാഹ്. ഡയമണ്ടുകളും പ്രഷ്യസ് സ്റ്റോൺസും വിലപിടിപ്പുള്ള കല്ലുകളുമാണ് ഈ വീട് നിറയെ എങ്കിൽ അതെല്ലാം പാവപ്പെട്ടവർക്ക് ദാനം ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് എൻ്റെ ആഗ്രഹം. ഉമർ തങ്ങൾ പറഞ്ഞു, ആഗ്രഹിക്കാൻ. അവർ പറഞ്ഞു, ഇനി ഞങ്ങൾക്ക് ആഗ്രഹിക്കാൻ കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ അവര് ചോദിച്ചു, അമീറുൽ മുഅ്മിനീൻ, നിങ്ങളുടെ ആഗ്രഹം എന്താണ്? ഉമർ തങ്ങൾ പറഞ്ഞൊരു മറുപടിയുണ്ട്, ശ്രദ്ധിച്ചു കേൾക്കണമേ. നമ്മുടെ വിഭവങ്ങളിൽ ഏറ്റവും വലിയ വിഭവം ഹ്യൂമൻ റിസോഴ്സ് ആണ് എന്ന് മനസ്സിലാക്കണം. ഏറ്റവും നല്ല വിഭവം നല്ല പൗരന്മാരാണ്. ഏറ്റവും നല്ല വിഭവം നല്ല മനുഷ്യരാണ്.
ഉമർ തങ്ങൾ പറഞ്ഞ മറുപടി നോക്കണേ, വദിത്തു, ഞാൻ കൊതിച്ചു പോവുകയാണ്, ലൗ അന്നലി അംസാലു അബി ഉബൈദത ബിനുൽ ജറാഹ് വസാലിം മൗല അബി ഹുദൈഫ വമുആദ് ബിൻ ജബൽ ഫഅസ്തഅമിലഹും ലിഇലാഇ കലിമത്തില്ലാഹ്. ഞാൻ കൊതിച്ചു പോവുകയാണ്, ഏറ്റവും വലിയ പണ്ഡിതനായിരുന്ന സാലിം മൗല അബി ഹുദൈഫ, അബൂ ഹുദൈഫ തങ്ങളുടെ വേലക്കാരനായി അടിമയായി ജോലി ചെയ്ത സാലിം എന്നവർ അടിമയായിരുന്നു. സാലിം തങ്ങളെപ്പോലെ, മുആദ് ഇബ്നു ജബലിനെ പോലെ, അബൂ ഉബൈദത്ത് ബിൻ ജറാഹിനെ പോലെ നല്ല ചുറുചുറുക്കുള്ള യുവാക്കളുണ്ടെങ്കിൽ നാട്ടിൽ നന്മയും നീതിയും സഹവർത്തിത്വവും സ്നേഹവും നടപ്പാക്കാൻ, നാടിന്റെ നാനാഭാഗങ്ങളിലേക്ക് ഈ ദീനിന്റെ ദൗത്യവുമായി പറഞ്ഞേക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഇങ്ങനത്തെ ചെറുപ്പക്കാരെ എനിക്ക് വേണം. ഉമർ തങ്ങൾ ആഗ്രഹിച്ചത് മുആദ് ഇബ്നു ജബൽ തങ്ങളെപ്പോലെ, അബൂ ഉബൈദ തങ്ങളെപ്പോലെ, സാലിം മൗല അബീ ഹുദൈഫ തങ്ങളെപ്പോലെ. മുആദ് ഇബ്നു ജബൽ എന്നവർ റളിയല്ലാഹു അൻഹു യമനിലേക്ക് നബി തങ്ങൾ ദഅവത്തിന് പറഞ്ഞയച്ച സ്വഹാബിയാണ്. അതൊന്നുമല്ല, വലിയ മഹത്വം. ആലിമീങ്ങൾക്ക് നേതാവുണ്ടെങ്കിൽ, ഹംസ തങ്ങൾ ശുഹദാക്കളുടെ നേതാവാണെങ്കിൽ, ഹംസ റളിയല്ലാഹു അൻഹു സയ്യിദ് ശുഹദാ ആണെങ്കിൽ, സയ്യിദുൽ ഉലമാഇ വസാബിഖുഹും ഇലൽ ജന്ന, സ്വർഗത്തിലേക്ക് പണ്ഡിതന്മാരെ നയിച്ചു കൊണ്ടുപോകുന്ന ആലിമീങ്ങളുടെ സയ്യിദ് എന്ന് പറയുന്നത് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു യസ്ബിഖുൽ ഉലമാഅ ഇലൽ ജന്നതി ബിറത്വതി ഹജറിൻ എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ മഹാനാണ്. 34-ാമത്തെ വയസ്സിൽ വഫാത്താകുന്നത്, 34-ാമത്തെ വയസ്സിൽ. പക്ഷേ 100-110 വയസ്സിൽ മരിച്ചുപോയ ആലിം ഈ 34-കാരന്റെ ബാക്കിലായിരിക്കും സ്വർഗത്തിലേക്ക് പോകുക. അങ്ങനത്തെ മഹാനാണ് മുആദ് റളിയല്ലാഹു അൻഹു. മുആദ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒന്ന് ഷഹീദാവണമെന്ന് കൊതിച്ചുകൊണ്ടിരിക്കുന്ന കാലത്താണ് മുആദ് തങ്ങൾ അടക്കം വന്ന് ഷാമിലുണ്ട്. പ്ലാഗ് രോഗം വന്നപ്പോ അല്ലാഹുമ്മ ജഅൽ നസീബ അഹ്ലി ബൈതി മുആദിനിൽ ഔഫറ മിൻഹു. അല്ലാഹുവേ, ശുറഹ്ബീൽ ഇബ്നു ഹസന പറഞ്ഞത് പ്രകാരം ഞങ്ങൾക്ക് ഇതിലൂടെയുള്ള മരണം ഞങ്ങൾക്ക് ഷഹാദത്താണെങ്കിൽ മുആദ് ഇബ്നു ജബലിന്റെ കുടുംബത്തിന് റബ്ബേ ഈ ഒരു ഓഹരിയിൽ നിന്ന് ധാരാളം നൽകണമേ, ധാരാളം നൽകണമേ എന്ന് പറഞ്ഞാൽ ആ പ്ലാഗ് കൊണ്ടുള്ള ഒരു പരീക്ഷണത്തിൽ ഞങ്ങൾക്ക് മരണപ്പെടാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു. മഹാനായ മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ 2 പെൺകുട്ടികൾക്ക് ഈ അസുഖം വന്നു, പ്ലാഗ് രോഗം പിടിപെട്ടു. മുആദ് എന്നവരുടെ 2 പെൺകുട്ടികൾ മരിച്ചു. ആ 2 പെൺകുട്ടികളെയും ഒരു ഖബറിലാണ് മറവ് ചെയ്തത്. ഒരുപാട് ആളുകൾ മരിക്കുമ്പോഴേ ഒരു ഖബറിൽ ഒന്നിലേറെ മയ്യത്ത് വെക്കും. ഒരു ഖബറിലാണ് അവരെ മറവ് ചെയ്തത്. വഹമിദല്ലാഹ വസ്തർജ, അൽഹംദുലില്ലാഹ് എന്ന് പറയുകയും ഇന്നാ ലില്ലാഹി ചൊല്ലുകയും ചെയ്തു. പിന്നെ അതാ വരുന്നു അവരുടെ മകൻ അബ്ദുറഹ്മാൻ ഇബ്നു മുആദ്. മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുറഹ്മാൻ, മക്കളിൽ മഹാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട മോനാണിത്. മഹാനായ മുആദ് റളിയല്ലാഹു അൻഹു മോനോട് ചോദിച്ചു, മോനെ കൈഫ തജിദുക്, എങ്ങനെയുണ്ട് മോനെ, എന്താണ് മോന്റെ അവസ്ഥ? അബതാ, ലാത്ത സംഭാഷണം. എന്റെ പ്രിയപ്പെട്ട ഉപ്പ, അൽ ഹഖ്ഖു മിർ റബ്ബിക് ഫലാ തകും മിനൽ മുംതരീൻ. സംശയം വേണ്ട ഉപ്പ, സത്യം സംഭവിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ മരണം ഉറപ്പായി. ഇത് പറഞ്ഞപ്പോൾ മുആദ് എന്നവർ പറഞ്ഞു, സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സ്വാബിരീൻ. മോനെ, ഞാൻ നിന്റെ വിയോഗത്തിൽ ക്ഷമിക്കുന്നവനായി, ക്ഷമിക്കുന്നൊരുപ്പയായി നിനക്ക് എന്നെ കാണാൻ കഴിയും. തുമ്മ തുവഫി, മഹാനായ മകൻ അബ്ദുറഹ്മാൻ ഇബ്നു മുആദ് എന്നവരും അതിൽ ഷഹീദായി. അങ്ങനെ മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിന് പ്ലാഗ് രോഗം ബാധിച്ചു. ആ രോഗത്തിന്റെ ലക്ഷണങ്ങൾ മഹാനവരുടെ കയ്യിൽ ബാധിച്ചു. ഫജഅല യുഖബ്ബിലുഹാ, മുആദ് റളിയല്ലാഹു അൻഹു ആ കൈ ചുംബിക്കാൻ തുടങ്ങി. എന്നിട്ട് പറയുകയാണ്, ലഹിയ അഹബ്ബു ഇലയ്യ മിൻ ഹുംറിൻ നഅം, ചുവന്ന ഒട്ടകങ്ങൾ എനിക്ക് സമ്മാനം ലഭിക്കുന്നതിനേക്കാളും വലുത് എന്റെ അസുഖം ബാധിച്ച ഈ കൈയാണ് എന്ന് പറഞ്ഞു. തുമ്മ യുഗ്ഷാ അലൈ, എന്നിട്ട് ബോധം കെട്ട് വീഴും. അങ്ങനെ വീണ്ടും ബോധം തിരിച്ചു വന്നാൽ പറയും, യാ റബ്ബി, അല്ലാഹുവേ, ഗുമ്മ ഗുമ്മുക് വഖ്നഖ് ഖനഖതക്, റബ്ബേ
ബോധം പോവുകയാണെങ്കിൽ പൊയ്ക്കോട്ടെ, എന്റെ ശ്വാസം അടയുകയാണെങ്കിൽ അടഞ്ഞോട്ടെ. അല്ലാഹുവേ, നിന്റെ ഇസ്സത്തിനെ തന്നെയാണ് സത്യം. പടച്ചവനെ, നിനക്കറിയുമല്ലോ എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന്. ഈ അത്ഭുതങ്ങൾ സ്വഹാബികൾക്ക് ചെയ്യാൻ കഴിയൂ. മുഅ്മിനീങ്ങളെ, സ്വാലിഹീങ്ങളായ അബ്ദുകളിലെ ഇതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാകൂ. അല്ലാത്തവർ പേടിച്ചാൽ വിരണ്ടോടുകയാണ്, വാവിട്ട് കരയുകയാണ്. ഫലസ്തീനിലെ മക്കള് വിഷമിച്ചു കൊണ്ടിരുന്നപ്പം മുഴുവണ്ണത്തിനെയും കൊന്നുകളയണമെന്ന് പറഞ്ഞ ഒരു നടന്റെ വീട്, ഒരു സിനിമാ സംവിധായകന്റെ വീട് തീയങ്ങെടുത്തപ്പോ കഴിഞ്ഞ ദിവസം ആ മനുഷ്യൻ വാവിട്ട് കരയാൻ. കോടിക്കണക്കിന് ആളുകൾ ഭവനരഹിതരായി മാറിയപ്പോൾ പോലും മനസ്സിനലിവില്ലാതെ വന്ന ആ മനുഷ്യന്റെ സ്വന്തം വീട് തീ തുപ്പിയപ്പോ, തീയങ്ങ് കരിച്ചു കളഞ്ഞപ്പോ വാവിട്ട് കരയുകയാണ്. മനുഷ്യരല്ലേ എല്ലാവരും? നമുക്കൊക്കെ വികാരം ഒന്നല്ലേ, വേദനയും ഒന്നല്ലേ? പറയാൻ പാടുണ്ടായിരുന്നോ? ആ മനുഷ്യന് തന്നെ അല്ലാഹു അത് കൊണ്ടുകൊടുത്തു. ലോകം അത് കണ്ടു. സോഷ്യൽ മീഡിയ നമ്മൾ പറയും എയറിലാണെന്ന് പറയും അല്ലേ? ആ മനുഷ്യനെ ഇട്ട് പൊരിക്കുകയാണ്. കാരണം ആ മനുഷ്യനാ പറഞ്ഞത്, ബോംബുകൾ വന്ന് വീണപ്പോ ഫലസ്തീനികളെ മുഴുവൻ കൊല്ലേണ്ടതാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പാഠം പഠിപ്പിച്ചു കൊടുത്തു. സ്വന്തം വീടും കത്തിക്കരഞ്ഞപ്പോ ഇപ്പൊ വാവിട്ട് കരയാ. നോക്കേടമേ, മുഅ്മിനത് വിഷയമല്ല. അള്ളാഹുവിനെ വിശ്വസിക്കുന്ന ഒരു സത്യവിശ്വാസിക്ക് പ്രയാസങ്ങൾ നിസ്സാരം. എന്തേ? ഈ ലോകമല്ല, അടുത്തൊരു ലോകത്തേക്ക് സമാധാനത്തോടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. നമ്മുടെ കർമ്മങ്ങൾക്ക് റബ്ബിനോട് മറുപടി പറയേണ്ടി വരും. നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ ആലോചനകൾ പോലും. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. നിങ്ങളുടെ കാഴ്ചയും നിങ്ങളുടെ കേൾവിയും നിങ്ങളുടെ ചിന്തകളും ഇതിനെക്കുറിച്ചെല്ലാം നാളെ ചോദ്യമുണ്ട് എന്ന് പറയുന്നൊരു സംവിധാനമാണ് ഇസ്ലാം. നമ്മൾ ഉത്തരവാദിത്തോടെ സംസാരിക്കാൻ പറ്റൂ. നമ്മുടെ വാക്കുകൾ, നമ്മുടെ ചിന്തകൾ ആരെയും വേദനിപ്പിച്ചുകൂടാ, ആരെയും വിഷമിപ്പിച്ചുകൂടാ. കാരണം റബ്ബിന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും. അൽ ഹഖ്ഖു മിർ റബ്ബിക് ഫലാ തകും മിനൽ മുംതരീൻ. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ആ രോഗം ബാധിച്ച കൈ ചുംബിച്ചുകൊണ്ട് പറയുകയാണ്, റബ്ബേ, എന്റെ ബോധം ഒന്ന് എടുത്തേക്ക് റബ്ബേ. ഒരു പക്ഷേ എനിക്ക് ശ്വാസം തിങ്ങി ഞാനങ്ങ് മരിച്ചേക്കാം. പക്ഷേ ഫവഇസ്സതിക, റബ്ബേ, നിന്റെ ഇസ്സത്തിനെ തന്നെയാണ് സത്യം, നിന്നെ തന്നെയാണ് സത്യം. ഇന്നക ലതഅലമു അന്നീ ലഉഹിബ്ബുക. അല്ലാഹുവേ, എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് നിനക്കറിയുമല്ലോ റബ്ബേ. എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് നിനക്കറിയൂലേ റബ്ബേ? എന്തിനാ നീ എന്നെ വെച്ചേക്കുന്നത്? എന്നെ അങ്ങ് കൊണ്ടുപോയിക്കൂടെ എന്ന് റബ്ബിനോട് ചോദിച്ച ആലിമാണ് മുആദ് ഇബ്നു ജബൽ. പണ്ഡിതന്മാരുടെ നേതാവ് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു. നമുക്കൊക്കെ അത്രയൊക്കെ മനക്കരുത്ത് കിട്ടുമോ? നമുക്കറിയില്ല. പക്ഷേ ഒന്ന് ആലോചിക്കുക. ജീവിതം ഈസ് സോ സറ്റിൽ. ജീവിതം വളരെ ഫ്രജൈൽ. പൊട്ടിത്തകരാൻ വളരെ എളുപ്പമാണ്. നമ്മൾ വിചാരിക്കുന്ന സ്വപ്നങ്ങളൊന്നും നടക്കണമെന്നില്ല. We can plan, we can work accordingly, but the way it works is by the plan of Allah. അതുകൊണ്ട് എന്ത് സംഭവിച്ചാലും തകരരുത്. ഒരു മുഅ്മിനിന്റെ മനസ്സ് ഉടയരുത്. കച്ചവടം മെച്ചപ്പെടാം, വലിയ പരാജയത്തിലേക്ക് പോകാം. മക്കൾ നന്നായി നല്ലവരായി വരും, വളരും, പഠിക്കും, ഉഷാറാകും. അല്ല കണ്ടവന്റെ കൂടെ വിളിച്ചോടാം, എന്തോ സംഭവിക്കാം. നമുക്ക് പരാജയങ്ങൾ വരാം, പ്രതിസന്ധികൾ വരാം, അസുഖങ്ങൾ വരാം. പടച്ചവനെ, നിന്റെ ഖളാ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു റബ്ബേ. നമ്മൾ എടുക്കേണ്ട തീരുമാനങ്ങൾ നമ്മളോട് പടച്ചവൻ ചെയ്യാൻ പറഞ്ഞത് ചെയ്യണം. വൽ ബാഖി അലല്ലാഹ് തവക്കൽനാ അലല്ലാഹ്. അല്ലാഹുവേ, നിന്നിൽ തവക്കുലാക്കിയിരിക്കുന്നു റബ്ബേ. എന്തൊരു മനോഹരമാണ്. ഞാൻ മിനിഞ്ഞാന്ന് ജിദ്ദയിലേക്ക് പോകുമ്പോൾ ഫ്ലൈറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്ന പൈലറ്റിന്റെ ഒരു സൗദി പൈലറ്റുമാരുടെ ഒരു പ്രത്യേകത ഉണ്ട്. അവരൊരു ബിസ്മി ചൊല്ലിയിട്ടൊരു വർത്താനം, ബിസ്മില്ലാ തവക്കൽനാ അലല്ലാഹ്, വി ആർ ടേക്കിംഗ് ഓഫ്, ക്രൂ പ്ലീസ് ടേക്ക് യുവർ സീറ്റ്സ്. അല്ലേ, എല്ലാവരും ഇരുന്നോളി, നമ്മൾ പോവാണ്. ബിസ്മില്ലാഹി തവക്കൽനാ അലല്ലാഹ്, അള്ളാഹുലേക്ക് തവക്കുലാക്കി നമ്മൾ പൊങ്ങാണ്. ഇറങ്ങാൻ ലാൻഡ് ചെയ്യാൻ നേരത്തും പറഞ്ഞു, കഴിഞ്ഞ വ്യാഴ്ച രാത്രി ബിസ്മില്ലാ തവക്കൽനാ അലല്ലാഹ്, വി ആർ ലാൻഡിങ്. അതൊക്കെ അറബി പറഞ്ഞിട്ട് പിന്നെ ബാക്കി ഇംഗ്ലീഷ് പറയും. നമ്മൾ ലാൻഡ് ചെയ്യാൻ പോവാണ്, എല്ലാവരും റെഡി ആയിക്കോ. ഇതാണ് നമ്മുടെ പോളിസി. തവക്കൽനാ അലല്ലാഹ്, വി പുട്ട് അവർ ട്രസ്റ്റ് ഓൺ അല്ലാഹ്. നമ്മൾ ചെയ്യണം. ലാൻഡിങ് ഗിയർ ഇടണം, ടയർ താഴേക്കിടണം, ലാൻഡിങ് ക്ലിയർ ആയിരിക്കണം, സ്പീഡ് ക്ലിയർ, എല്ലാം റെഡി ആയിരിക്കണം. പക്ഷേ എന്നാലും അള്ളാന്റെ ഖളാ ഇതിനൊക്കെ ഓവർടേക്ക് ചെയ്യാം. പക്ഷെ നമ്മൾ ചെയ്യേണ്ട പണിയെടുക്കുക.
ബാക്കി പഠിച്ചാൽ വിചാരിച്ച പോലെ വരും. കുപ്പായിട്ട് കാണിച്ചിട്ടില്ല, കുപ്പായിട്ട് ഊതി ആരെങ്കിലും ഏതെങ്കിലും ഫ്ലൈറ്റ് കടലിൽ കൊണ്ട് ഇറക്കിയിട്ടുണ്ടാ? ഞാൻ അറിഞ്ഞിട്ടില്ല. ഒരു ഫ്ലൈറ്റ് അങ്ങനെ അമേരിക്കയിൽ ഒരു റിവറിൽ ഇറങ്ങിയെന്ന് കേട്ടു. അപ്പോൾ ഞാൻ ചോദിച്ചു ഫ്ലൈറ്റ് ഓപ്പറേറ്റർ ആൾക്കാർ, നിങ്ങൾ എന്തിനാ അത് വെറുതെ സമാധാനത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്, വെള്ളത്തിൽ ഇറക്കൂല. കാരണം എമിറേറ്റ്സിൻ്റെ ടയർ താവാതെ വന്ന് തിരുവനന്തപുരത്ത് നിന്ന് പോയൊരു എമിറേറ്റ്സിൻ്റെ 777 300 ആൾക്കാരെയും കൊണ്ടുവന്ന ഫ്ലൈറ്റ് എമർജൻസി ലാൻഡിങ് ദുബൈയിൽ ഇറക്കുമ്പോഴേ ദുബൈയിൽ 1 കിലോമീറ്റർ എയർപോർട്ടിൻ്റെ റൺവേന്ന് 1 കിലോമീറ്റർ അപ്പുറത്ത് നമ്മുടെ ദേര പുഴയാണ്, പുഴയല്ല കടൽ, ആ വെള്ളത്തെ കൊണ്ട് ഇറക്കിയാൽ മതി. ഇറക്കിയിട്ടില്ല. എന്തേ? അവിടെ ഇറക്കിയാൽ പിന്നെ മുങ്ങും, ആളുകൾക്ക് മരണം കൂടുതൽ ഉറപ്പാണ്. അത് എമർജൻസി ലാൻഡിങ്, എമർജൻസി. ആ ഫ്ലൈറ്റ് പിന്നെ കത്തുന്നു, എല്ലാവരും രക്ഷപ്പെടുന്നു. ഒരു ഫയർ ഫൈറ്റർ തീ കെടുത്താൻ വന്ന ഒരാൾ ശ്വാസം മുട്ടി മരിച്ചു, ബാക്കി എല്ലാവരും രക്ഷപ്പെട്ടു. അതിലൊരു വിറ്റുണ്ട്, നമ്മളെ മലയാളീസിനോടൊക്കെ പ്രത്യേകം പറയാം, ഒരു ഫ്ലൈറ്റ് എങ്ങാനും എമർജൻസി ലാൻഡിങ് ചെയ്യുമ്പോൾ ഒരു ബാഗ് കൊടുക്കാതെ തടി കഴിച്ചിലാക്കി ഇറങ്ങണം എന്നാണ്. എന്നാൽ എല്ലാവരും ഇറങ്ങിയാലേ പൈലറ്റിനും ക്രൂവിനും ഇറങ്ങാൻ പറ്റുള്ളൂ. ആ സമയത്ത് ട്രോളിയും പിടിച്ച് ഇറങ്ങിപ്പോകുന്ന ആൾക്കാരെ നമ്മൾ ഇറങ്ങിപ്പോകും, ഫുൾ ക്യാമറ ട്രോളിയും പിടിച്ച്. ട്രോൾ എടുക്കരുതെന്നാ പറയാം. അപ്പം എൻ്റെ പാസ്പോർട്ട് എനിക്ക് വലുതാന്ന് വെച്ചിട്ടാണ് ഇറങ്ങി. അതിൽ ജീവൻ അതിലും വലുതല്ലേ. എല്ലാവരും രക്ഷപ്പെടണമെന്നാണ് ഒരു ക്രൂ, അവരുടെ മൈൻഡ് അതായിരിക്കും. ഞാനിത് പറയുന്നത് സാന്ദർഭികമായി പറഞ്ഞതാ. തവക്കൽനാ അലല്ലാഹ്, നമ്മൾ ചെയ്യേണ്ട പണിയൊക്കെ നമ്മൾ ചെയ്യണം. ബാക്കി അലല്ലാഹ്, അള്ളാഹുവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നവരാണ്. ഇതാണൊരു മുഅ്മിൻ. ആ തവക്കുൽ നമ്മുടെ ജീവിതത്തിൽ എല്ലാ ഘട്ടത്തിലും വേണം, എല്ലാ ഘട്ടത്തിലും. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിന്റെ മറുപടിയാണിത്. ഫവഇസ്സതി, അല്ലാഹുവേ നിന്റെ ഇസ്സത്തിനെ ഞാൻ നിന്റെ അഭിമാനത്തെ മുൻനിർത്തി പറയുകയാണ് റബ്ബേ, ഇന്നക ലതഅലം, നിനക്കറിയുമല്ലോ, അന്നി ഉഹിബ്ബുക, എനിക്ക് നിന്നെ ഇഷ്ടമാണ് അല്ലാഹ്. അതുകൊണ്ട് ഈ മഹബ്ബത്ത് നമ്മുടെ ഖൽബിൽ വേണം. ആരോട്? അല്ലാഹു ജല്ല ജലാലുവിനോട്, അവിടുത്തെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ഞാൻ ആദ്യം പറഞ്ഞ ഹദീസിലേക്ക് തിരിച്ചു വരികയാണ്. നിങ്ങൾക്കെന്ത് പ്രയാസം വന്നാലും റസൂലുള്ളാഹി തങ്ങളുടെ മരണത്തോളമുള്ള ഒരു പ്രയാസവും ഇല്ല നമ്മുടെ ജീവിതത്തിൽ. നിങ്ങളുടെ ഏത് മുസീബത്തിനേക്കാളും വലുത് എൻ്റെ മരണം കൊണ്ടുണ്ടായ നിങ്ങൾക്ക് വന്ന പരീക്ഷണമാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മനസ്സ് ശക്തമായും ഉറപ്പിച്ചും ധൈര്യമായിട്ടും ഇരിക്കുക. മൗഇദന അൽ ജന്ന, നമ്മുടെ ലക്ഷ്യം സ്വർഗമാണ്. ജീവിതത്തിൽ എന്താണ് വലിയ ആഗ്രഹം എന്ന് ചോദിച്ചാൽ, മക്കളെ പൈലറ്റ് ആവണം, അതാവണം, ഇതാവണം എന്നൊക്കെ പറയുന്ന കൂട്ടത്തിലേ പറയണം അൽ ജന്ന, എൻ്റെ ലക്ഷ്യം സ്വർഗമാണ്. അള്ളാഹു നമ്മെ അങ്ങോട്ട് എത്തിച്ചു തരട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.